ലൈംഗികാരോപണ വിവാദങ്ങളിൽ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത രാഹുലിന് പ്രത്യേക ബ്ലോക്കിലായിരുന്നു സീറ്റ്. ആദ്യ ദിനം സമ്മേളനം അവസാനിക്കും മുൻപ് സഭ വിട്ട രാഹുൽ MLA ഹോസ്റ്റലിലേക്ക് പോയി. MLA ഹോസ്റ്റലിൽ രാഹുലിനെതിരെ പ്രതിഷേധവുമായി SFI പ്രവർത്തകർ രംഗത്തെത്തി. രാഹുൽ തുടർന്ന് സഭാ നടപടികളിൽ രാഹുൽ ഉണ്ടാവും. വിവാദങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായില്ല. അന്വേഷണ സംഘത്തിന്റെ പരിധിയിലിരിക്കുന്ന കാര്യങ്ങൾ, ആ പരിധിയിലിരിക്കുന്ന വ്യവസ്ഥയിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണ സംഘത്തിന്റെ പരിധിയിലിരിക്കുമ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം നിയമപരമായി നാളെ മുതൽ നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ പങ്കെടുക്കുമെന്നാണ് സൂചന. MG പ്രതീഷ് വിശദാംശങ്ങളുമായി. പ്രതീഷ്, വലിയ ഒരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ എന്നതിൽ. ഇന്ന് രാവിലെ ആകുമ്പോഴേക്കും അതിനൊക്കെ വിരാമമായിരിക്കുന്നു. അദ്ദേഹം നിയമസഭയിലേക്ക് എത്തി. ഇതിലേറ്റവും പ്രധാനം, ഇന്നലെയൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തത് പ്രകാരമാണെങ്കിൽ വരാനുള്ള സാധ്യതയില്ല. കാരണം പ്രത്യേകിച്ച് മുതിർന്ന നേതാക്കൾക്കൊക്കെ, കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾക്ക് എതിർപ്പുണ്ട്. മറ്റൊന്ന്, പാർട്ടി പ്രതിരോധത്തിലാകുമോ? പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉയർത്തി സർക്കാരിനെ വിമർശിക്കേണ്ടുന്ന സമയത്ത് പാർട്ടി പ്രതിരോധത്തിലാകുമോ എന്നൊരു സംശയമൊക്കെ നേതാക്കൾക്കുണ്ട് എന്നൊക്കെയുള്ള സൂചനകൾ ഇന്നലെ പുറത്തു വരുന്ന ഘട്ടത്തിലാണ് ഇന്ന് അദ്ദേഹം നിയമസഭയിലേക്ക് എത്തുന്നത്. ഇത് എന്തുകൊണ്ട് സംഭവിച്ചു? ഏത് തരത്തിൽ ആശയവിനിമയം നടന്നിട്ടുണ്ടാകാം? രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് ഒരു നേതാവുമായും താൻ സംസാരിച്ചിട്ടില്ല, ആശയവിനിമയം നടത്തിയിട്ടില്ല എന്നതാണ്. പക്ഷേ ആ തരത്തിലേക്ക് മുതിർന്ന നേതാക്കളിൽ ചിലരുടെയെങ്കിലും പിന്തുണയോടെയാണ് അദ്ദേഹം നിയമസഭയിലേക്ക് എത്തിയത് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? അനുജ, അത്യന്തം നാടകീയത നിറഞ്ഞതായിരുന്നു രാഹുലിന്റെ ഇന്ന് നിയമസഭയിലേക്കുള്ള വരവ്. അവസാന നിമിഷവും രാഹുൽ എത്തുമെന്ന കാര്യത്തിൽ ഈ പ്രതിപക്ഷ MLA-മാർക്ക് പോലും ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല. നിയമസഭാ നടപടികൾ ആരംഭിച്ചതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തിയത്. സ്വന്തം ഔദ്യോഗിക വാഹനം ഒഴിവാക്കിയാണ് ഈ യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ നേമം ഷജീറിനൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വന്നത്. നേരത്തെ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു നടപടിയും തൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല എന്നുള്ളൊരു ഉറപ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ നേതൃത്വത്തിന് നൽകിയിരുന്നു. പ്രതിപക്ഷ നേതാവ് അടക്കം രാഹുൽ സഭയിൽ എത്തരുത് എന്നുള്ളൊരു നിലപാടാണ് തുടക്കം മുതൽ തന്നെ സ്വീകരിച്ചത്. പക്ഷേ പ്രതിപക്ഷ നേതാവിൻ്റെയും നേതൃത്വത്തിൻ്റെയും ആ നിലപാടുകൾ തള്ളിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് എത്തിയത്. ഈ സഭയിൽ എത്തിയ രാഹുൽ സഭാ നടപടികൾ പൂർത്തിയാക്കും മുമ്പ് തന്നെ അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു. മടങ്ങിയ ശേഷം ഈ രാഹുൽ നിയമസഭ കടന്ന് ആദ്യം പോയത് പട്ടം ഭാഗത്തേക്കാണ്. ഈ അവിടെ പോയ ശേഷം പട്ടം എത്തുന്ന സമയത്ത് അവിടെ നിന്ന് വീണ്ടും തിരിച്ച നിയമസഭാ ഗേറ്റ് വഴി MLA ഹോസ്റ്റലിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പോവുകയായിരുന്നു. MLA ഹോസ്റ്റലിൽ ഏകദേശം അരമണിക്കൂറോളം ചെലവഴിച്ച ശേഷമാണ് രാഹുൽ അവിടെ നിന്ന് പുറത്തേക്ക് വന്നത്. ആ ഘട്ടത്തിലാണ് രാഹുലിനെതിരെ വലിയ പ്രതിഷേധമുണ്ടായത്. SFIയുടെ നേതൃത്വത്തിലാണ് ആ പ്രതിഷേധം ഉൾപ്പെടെ നടന്നത്. ഈ പ്രതിഷേധം ഉണ്ടാകുന്ന ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ തന്നെ തുടർന്നു.
പോലീസ് നിർദ്ദേശിച്ചിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ആ വാഹനം മുന്നോട്ടെടുക്കാൻ തയ്യാറായില്ല. ഏറെ നേരം പോലീസ് പണിപെട്ട് രാഹുലുമായി ആശയവിനിമയം നടത്തിയ ശേഷമാണ് രാഹുൽ ഈ പ്രതിഷേധം കടന്ന് വീണ്ടും നിയമസഭയിലേക്ക് പോയത്. പിന്നീട് നിയമസഭയ്ക്ക് മുന്നിൽ വന്നാണ് രാഹുൽ പ്രതികരണം മാധ്യമങ്ങളോട് നടത്തിയത്. പക്ഷേ ആ പ്രതികരണത്തിൽ ഒന്നും തന്നെ കൃത്യമായൊരു മറുപടി വിവാദങ്ങളോട് രാഹുൽ പറഞ്ഞിട്ടില്ല. ഈ രാഹുൽ പ്രധാനമായും സൂചിപ്പിച്ച കാര്യം സസ്പെൻഷനിലാണ് എങ്കിൽ കൂടിയും താൻ ഇപ്പോഴും ഒരു അടിമുടി കോൺഗ്രസ്സുകാരനാണ്, മരണം വരെയും താൻ ഒരു കോൺഗ്രസ്സുകാരനായി തുടരുമെന്നതാണ്. ഒപ്പം മാധ്യമങ്ങൾ പറയുന്ന തരത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെയോ KPCC നേതൃത്വത്തിൻ്റെയോ എതിർപ്പ് മറികടന്ന് അല്ലെങ്കിൽ അവരെ മറികടന്നുകൊണ്ടല്ല താൻ സഭാ സമ്മേളനത്തിലെത്തിയത്, താൻ ആരുമായും ആശയവിനിമയം നടത്തിയിട്ടില്ല എന്നുള്ള ഒരു വിശദീകരണം കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തി. ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് കൂടുതൽ പ്രതികരണത്തിന് തയ്യാറായില്ല. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന ഒരു വിഷയത്തിൽ താൻ കൂടുതലൊന്നും പറയാനില്ല എന്നതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ മറുപടി. ഒപ്പം ഈ പുറത്തു വന്ന ശബ്ദരേഖ രാഹുലിൻ്റെതാണോ എന്നുള്ള ആവർത്തിച്ച ചോദ്യത്തിനും രാഹുൽ മറുപടി നൽകിയില്ല. തുടർന്ന് ആ പ്രതികരണം അത് ചുരുക്കം ചില വാക്കുകളിൽ പ്രതികരണം ഒതുക്കി രാഹുൽ നിയമസഭയ്ക്ക് മുന്നിൽ നിന്ന് മടങ്ങുകയായിരുന്നു. എന്തായാലും രാഹുലിന്റെ ഈ നിലപാടിൽ കോൺഗ്രസിൽ തന്നെ വലിയ എതിർപ്പ് ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഈ വിഷയത്തിൽ പ്രതികരിക്കുമ്പോൾ സമ്മിശ്ര പ്രതികരണമായിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒരു സമയത്തും ഇതിനോട് പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞ് VD സതീശൻ KPCC ഓഫീസിൽ നിന്ന് മടങ്ങി. സണ്ണി ജോസഫ് ആണെങ്കിൽ ഒരു ന്യായീകരിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. രാഹുൽ പാർട്ടി സസ്പെൻഡ് ചെയ്തെങ്കിലും രാഹുൽ നിലവിലൊരു MLA ആണ്, അതുകൊണ്ട് തന്നെ വ്യക്തിപരമായി അതിനുള്ളൊരു പ്രതികരണങ്ങളിലേക്ക് നമ്മൾ വരുന്നുണ്ട് പ്രതീക്ഷ. ഇപ്പോൾ ഇതിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം ഒടുവിൽ ഈ സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നതാണ്. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? മുതിർന്ന നേതാക്കളുടെ പിന്തുണയില്ലാതെ അദ്ദേഹം ഇങ്ങനെയൊരു നീക്കത്തിന് മുതിരുമോ എന്നുള്ളത് വളരെ പ്രധാനമല്ലേ? അനുജ, തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ കോൺഗ്രസിൽ രണ്ട് അഭിപ്രായമാണ് ഉള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു വിഭാഗവും രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗവും കോൺഗ്രസിലുണ്ട്. ഈ പ്രതിപക്ഷ നേതാവ് VD സതീശനും രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ആദ്യഘട്ടത്തിൽ കടുത്ത നിലപാട് രാഹുലിനെതിരെ സ്വീകരിച്ചത്. ഒപ്പം ഈ VD സതീശന്റെ ആ ഒരു നിലപാടായിരുന്നു പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും ഉൾപ്പെടെ രാഹുൽ പുറത്തു പോകാനുള്ള ഒരു കാരണവും. പക്ഷേ അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വരുന്നതിന് തടസ്സമില്ല എന്നുള്ള നിലപാട് ഈ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ സ്വീകരിച്ചു. പ്രധാനമായും A ഗ്രൂപ്പ് നേതാക്കളാണ് അത്തരത്തിലൊരു നിലപാട് അല്ലെങ്കിൽ അക്കാര്യത്തിൽ രാഹുലിന് ഒരു പരോക്ഷ പിന്തുണ നൽകിയത്. ഈ ചില നേതാക്കളുമായി രാഹുൽ ആശയവിനിമയം നടത്തുകയും ചെയ്തു. അങ്ങനെ ഒരു വിഭാഗം നേതാക്കളുടെ പിന്തുണ രാഹുലിനുണ്ട്. ആ ഒരു പിന്തുണയുടെ കൂടി ബലത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നിയമസഭയിൽ എത്തിയത്. ഒപ്പം തലസ്ഥാനത്ത് വരുമ്പോൾ തന്നെ മറ്റു മുതിർന്ന നേതാക്കളുമായി ആശയവിനിമയം നടത്താമെന്നുള്ള ഒരു കാര്യവും രാഹുൽ കരുതിയിരുന്നു. പക്ഷേ ഈ നേതാക്കളുമായി ആശയവിനിമയം നടത്താനൊന്നും തന്നെ സമയമുണ്ടായില്ല, അല്ലെങ്കിൽ നേതാക്കളൊന്നും തന്നെ അത്തരത്തിലൊരു ആശയവിനിമയം നടത്താനുള്ള ഒരു തീരുമാനമൊന്നും തന്നെ എടുത്തില്ല. കാരണം ഈ സഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയ ശേഷം ലീഗ് MLA-മാർ മാത്രമാണ് രാഹുലിനോട് സംസാരിച്ചത്. കോൺഗ്രസ് MLA-മാർ പൂർണ്ണമായും രാഹുൽ മാങ്കൂട്ടത്തിനെ അവഗണിക്കുന്ന സമീപനമാണ് നിയമസഭയ്ക്ക് ഉള്ളിലും നടത്തിയത്. പക്ഷേ ചില നേതാക്കളുടെ പിന്തുണ രാഹുലിനുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം കഴിഞ്ഞ കുറേ നാളുകളായി രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിൽ തന്നെയാണ്. പൊതു ഇടങ്ങളിലൊന്നും തന്നെ രാഹുൽ പ്രത്യക്ഷപ്പെടുന്നില്ല. ഒപ്പം രാഹുൽ വിഭാഗം കഴിഞ്ഞ കുറേ നാളുകളായി സോഷ്യൽ മീഡിയയിൽ രാഹുലിന് അനുകൂലമായി വലിയ ക്യാമ്പയിനും നടത്തുന്നുണ്ട്. അങ്ങനെ ഈ നിയമസഭാ സമ്മേളനം തുടങ്ങി ആദ്യ ദിവസം തന്നെ സഭയിലെത്തി പിന്നീട് പൊതു ഇടങ്ങളിലേക്ക് സജീവമാകാനുള്ള ഒരു നീക്കം രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. വരും ദിവസങ്ങളിൽ പാലക്കാട്, സ്വന്തം മണ്ഡലമായ പാലക്കാട്, അതിലേക്ക് നമ്മൾ എത്തും പ്രതീക്ഷ. ഇപ്പോൾ വരും ദിവസങ്ങളിൽ സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. മാധ്യമപ്രവർത്തകർ നേരത്തെ ആ ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം അതിന് മറുപടി നൽകിയില്ല. പക്ഷേ അത്തരത്തിലേക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ കണക്കുകൂട്ടലുകൾ നടത്തുന്നുണ്ട്. ഇനിയും സഭാ സമ്മേളനത്തിൽ വരും ദിവസങ്ങളിൽ സജീവമായി പങ്കെടുക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് അദ്ദേഹം പോകുന്നുണ്ടോ? അത്തരമൊരു നിലപാടിലേക്ക് രാഹുൽ എത്തുമെന്ന കാര്യവും തള്ളിക്കളയാൻ കഴിയില്ല അനുജ. പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ താൻ സസ്പെൻഷനിലാണ് എങ്കിലും താൻ ഒരു കോൺഗ്രസ്സുകാരനാണ്, പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഒരു നിലപാടും താൻ സ്വീകരിക്കില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതിന് പല അർത്ഥങ്ങളുണ്ട്. ഒരുപക്ഷെ ഈ നിയമസഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിവസം പങ്കെടുത്ത ബാക്കിയുള്ള ദിവസങ്ങളിൽ രാഹുൽ ഈ സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ ഈ കൂടുതൽ ഇനി മണ്ഡലങ്ങൾ
മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ സജീവമാകുന്നതിന് വേണ്ടി വരുന്ന സഭാ സമ്മേളനങ്ങളിൽ രാഹുൽ പങ്കെടുത്തേക്കാമെന്നുള്ള ഒരു വിവരവും പുറത്തു വരുന്നുണ്ട്. രാഹുലുമായി അടുത്ത ബന്ധമുള്ള ആളുകളൊക്കെ തന്നെ ഈ 12 ദിവസമാണ് സഭ സമ്മേളിക്കുന്നത്. ഈ ദിവസങ്ങളിലൊക്കെ തന്നെ രാഹുൽ സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന വിവരവും പറയുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിലൊന്നും തന്നെ ഒരു സ്ഥിരീകരണമില്ല. പക്ഷേ നേതാക്കൾ ഉൾപ്പെടെ രാഹുലുമായി ആശയവിനിമയം നടത്തുന്നുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അങ്ങനെയെങ്കിൽ ഈ നാളെ വീണ്ടും രാഹുൽ സഭയിലെത്താനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകുമെന്നതാണ് നേതൃത്വത്തിന്റെ തന്നെ വിലയിരുത്തൽ. ഈ സർക്കാരിനെതിരെ വലിയ ആരോപണങ്ങൾ, വിമർശനങ്ങൾ ഉൾപ്പെടെ നാളെ സഭയിൽ കൊണ്ടുവരാൻ പ്രതിപക്ഷം ആലോചിക്കുമ്പോൾ അതിനെയൊക്കെ തന്നെ ഭരണപക്ഷം രാഹുൽ വിഷയം ചൂണ്ടിക്കാട്ടി അല്ലെങ്കിൽ അത് ഉയർത്തിക്കാട്ടി മറികടക്കുമെന്നുള്ള ഒരു ഭയം കോൺഗ്രസിന് ഉള്ളതുകൊണ്ട് തന്നെ രാഹുലിനെ അല്ലെങ്കിൽ രാഹുൽ സഭയിൽ എത്താതിരിക്കാനുള്ള അല്ലെങ്കിൽ ഭരണപക്ഷത്തിന് ഒരു കയ്യിൽ വടി കൊടുക്കാനുള്ള ഒരു നില വരുത്താതിരിക്കാനുള്ള ശ്രമവും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. എന്തായാലും ഈ രാഹുലിന്റെ തുടർ നീക്കം പ്രതിപക്ഷത്തെ സംബന്ധിച്ചും വളരെ നിർണായകമാണ്. അനുജ, അതാണ് എന്താകും അടുത്ത ദിവസങ്ങളിലൊക്കെയുള്ള അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാൻ അദ്ദേഹം ശ്രമിക്കുമോ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.